വെൽക്കം ടു മോളിവുഡ് ടാക്കീസ്. റെട്രോ കണ്ടു. ആദ്യം ആരെ പറയണം? കാർത്തിക് സുബ്രാജിനെ പറയണോ, സൂര്യയെ പറയണോ? ഗംഭീര സിനിമയായിരുന്നു. സൂര്യയെ നമ്മൾ ഇങ്ങനെയാണ് കാണാൻ ആഗ്രഹിച്ചിരുന്നത്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നു, കുറഞ്ഞൊരു 10 വർഷത്തിൽ കൂടുതലാവും സൂര്യ ഒരു തിയേറ്റർ സക്സസിനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. സൂര്യ പോട്ടറും ജെബിയും OTTക്ക് പോയി, മികച്ച സിനിമയായിരുന്നെങ്കിലും. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു മാസ്സായിട്ടുള്ള സൂര്യയുടെ അഭിനയം കാണാൻ പറ്റുന്ന ആ ഒരു സ്വാഗും കരിഷ്മയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സൂര്യ നമുക്ക് വേണമായിരുന്നു. കാർത്തിക് സുബ്രാജ് സൂര്യ പടം അനൗൺസ് ചെയ്തപ്പോഴേ എല്ലാ ഫാൻസുകാരും നോർമൽ ഓഡിയൻസും വെയിറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി ആ വെയിറ്റ് ചെയ്തതിന് കിട്ടി. കിടിലം സിനിമ കണ്ടിറങ്ങി. എപ്പോഴും മേക്കിങ്ങിൽ കാർത്തിക് സുബ്രാജ് ടോപ്പ് നോച്ചാണ്. ഈ സിനിമയിൽ അങ്ങനെ തന്നെ. എനിക്ക് ആദ്യം പറയുന്നത് സൂര്യയുടെ എൻട്രി ഷോട്ടാണ്. നമ്മൾ ഫൈറ്റുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് മറ്റേ ഷാഡോവിൽ സൂര്യ ഫൈറ്റ് ചെയ്യുക. അത് സൂര്യ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഷാഡോ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ ഒരു സ്വാഗും തിയേറ്ററിന്റെ ബഹളം കൂടെ ആയപ്പോഴത്തേക്കും ആ തിയേറ്ററിൽ കിട്ടേണ്ട ആ കിക്ക് കിട്ടി. സൂര്യയുടെ എൻട്രി ആയി. ഇനി ഇതിനകത്തൊരു ഒരു ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. സാധാരണ ഇപ്പൊ മഹാലില് നമ്മളൊരു സിംഗിൾ ഷോട്ട് കണ്ടായിരുന്നു കാർത്തിക് സുബ്രാജിന്റെ, അത് കംപ്ലീറ്റ് ഫൈറ്റ് ആണ്. എന്നാൽ ഈ സിനിമയിലെ സിംഗിൾ ഷോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റോളം ഉണ്ട് ആ സിംഗിൾ ഷോട്ട്. ഒരു ലാഫിംഗ് ബുദ്ധിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു റിസപ്ഷൻ, ഇതിനുള്ള ഡാൻസ്, മുകളിൽ പോയി സംസാരം, താഴെ വരുന്നു, പിന്നെ ഇതിനുള്ള ഒരു ഫൈറ്റ്, വീണ്ടും ഡാൻസ്, ഇമോഷൻ സീന്, അങ്ങനെ എല്ലാം കൂടെ ഒരു സിംഗിൾ ഷോട്ടിൽ. എത്ര പ്രാക്ടീസ് വേണം, എത്ര പെർഫെക്റ്റ് ആയ ആ ഷോട്ട് കിട്ടും. പക്ഷേ സൂര്യയും കാർത്തിക് സുബ്രാജും ക്യാമറമാനും മേക്കിങ്ങും അഭിനയവും ഡാൻസും, ഇതിനകത്ത് സന്തോഷ് നാരായണനുള്ള ആ പാട്ട്, ആ വെഡിങ് സോങ് എല്ലാം ഗംഭീരം. ഫസ്റ്റ് ഹാഫ് പോയതറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ആ സൂര്യക്കുള്ളൊരു സ്വാഗ് ഉണ്ടല്ലോ, ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉള്ളൊരു സ്വാഗ്. എപ്പോഴും ഒരു അഭിനയത്തിന്റെ കാര്യത്തിൽ സൂര്യരാജൻ പറയണ്ട, പെർഫോമറാണ് പുള്ളി. ഈ സിനിമയ്ക്കകത്തും പുള്ളി പെർഫോം ചെയ്തിരിക്കുന്ന രീതി, ഫൈറ്റ്. ഈ സിനിമയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും സൂര്യയിൽ കാണുന്ന ഒരു സ്ഥിരം നോർമൽ ഇടിയല്ല. ഒരു 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 ഭയങ്കര രസമായിട്ട് അത് ഫൈറ്റ് ചെയ്തേക്കുന്നത്. ഈ പൊക്കമില്ലാത്ത മനുഷ്യൻ ഈ കാളക്കുറ്റന്മാരെ പോലത്തെ വില്ലന്മാരെ അടിച്ചിടുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. അത്ര കിടിലമായിട്ടും കൺവിൻസിങ്ങുമായിട്ടാണ് ആ ഫൈറ്റ് എടുത്ത് വെച്ചേക്കുന്നത്. പടം അവിടേക്ക് പോയി, സെക്കൻഡ് ഹാഫ് എത്തി. അപ്പം ഒരു ആൻഡമാൻ ദ്വീപിലൂടെ നമ്മളെ കഥ മാറി. നമ്മുടെ കാർത്തിക് സുബ്രാജ് പറഞ്ഞ പോലെ ഇതൊരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി വിത്ത് ആക്ഷൻ ആൻഡ് ഫൈറ്റ് എന്ന് പുള്ളി പറഞ്ഞ പോലെ സെയിം ലവ് സ്റ്റോറി തന്നെയാണ്. പക്ഷെ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഈ പടത്തിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പൂജ ഹെഗ്ഡെ ആയിരുന്നു. എനിക്കെന്തോ സൂര്യയും പൂജ ഹെഗ്ഡെയും നിൽക്കുമ്പോഴത്തേക്കും ഇവരൊരു കപ്പിളായിട്ട് അങ്ങ് കാണാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, സൂര്യയുടെ കരിഷ്മയുടെ മുമ്പിൽ ഇവൾ നിൽക്കുന്നില്ല ഈ ആർട്ടിസ്റ്റ്. പിന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് വല്ലാത്തൊരു ഫേസില്ല. ഇതിന്റെ എല്ലാം പുറകിൽ എന്താണ്, കുറെ കരിയൊക്കെ വാരി തേച്ച് അവളെ കറുപ്പിച്ചൂടെ വെച്ചേക്കുക. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ അവളെ ആ ഉള്ള ബ്യൂട്ടി അങ്ങനെ കാണിക്കാം, അതല്ലെങ്കിൽ അവളെ എന്തിനാണ് ഈ കറുപ്പ് വരി പൊത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് ഭയങ്കര ഒരു വൃത്തിയായിട്ട് എനിക്ക് ഫീൽ ആയി മൊത്തത്തിൽ. അതല്ലാണ്ട് ഈ സിനിമയിൽ കുറ്റം എന്ന് പറയാൻ ഒന്നുമില്ല. നമ്മുടെ ജയറാമേട്ടനുണ്ട്. ജയറാമേട്ടൻ കിടിലൻ ക്യാരക്ടറാണ്. സ്ഥിരം മറ്റേ കോമാളി ക്യാരക്ടർ അല്ല. ഒരുപാട് സിനിമയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു കോമാളി ആക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഒരു കോമാളി കഥാപാത്രമാണ്, ആൾക്കാർ ചിരിപ്പിക്കുന്ന, തമാശ പറയുന്ന അങ്ങനെ ഒരു കഥാപാത്രമാണ്. പക്ഷെ ആ ക്യാരക്ടർ സീരിയസ് ആണ്, കോമഡി കഥാപാത്രമല്ല. മികച്ചൊരു ക്യാരക്ടറാണ് ജയറാമേട്ടന് കൊടുത്തത്. പിന്നെ ഈ പടത്തിന് മ്യൂസിക്, സന്തോഷ് നാരായണൻ എന്ന് പറയുമ്പോഴേ എപ്പോഴും യുണീക്ക് സൗണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കിടിലം മ്യൂസിക് ആയിരുന്നു. സൂര്യ എന്ത് പറഞ്ഞ ഈ മനുഷ്യനെ പറ്റി. സത്യം പറഞ്ഞാൽ ഇയാളുടെ ഇത്രയും കാലം ഇയാളുടെ ഒരു സിനിമ പോലും ഓടിയില്ലാന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. സൂര്യ നമുക്കറിയാം തമിഴിലെ ബാക്കി ആർട്ടിസ്റ്റുകളെ പോലെയല്ല. എപ്പോഴും ചവറ് പോലെ മാസ് പടങ്ങൾ മാത്രം ചെയ്തൊരു ആർട്ടിസ്റ്റിലെ സ്വയം പരീക്ഷിക്കാനും വ്യത്യസ്തതയുള്ള കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റാണ് സൂര്യ. ഇപ്പൊ നമുക്ക് വിജയെ പറയാം, അജിത്തിനെ പറയാം. ഇവരെല്ലാം ഒരേ പാറ്റേൺ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്. ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു വലിയ മാസ് ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ, അവരെ പാത്തതാ. പക്ഷെ അവരിന്ന് ഡിഫറെന്റ് ആണ് സൂര്യ. സൂര്യ സ്വയം പരീക്ഷിക്കാനും തന്നിലെ ആർട്ടിസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഭയങ്കരമായിട്ട് ഒരു പരീക്ഷണം നടത്തുന്ന ഒരു ആർട്ടിസ്റ്റാണ് സൂര്യ. 24 എടുത്താലും മാസ് എടുത്താലും അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട സിനിമകൾ എല്ലാത്തിലും അദ്ദേഹം പരീക്ഷണം നടത്തി പരാജയപ്പെട്ടതാണ്. അതിൽ ഗംഭീരമായി വന്നതായിരുന്നു സൂര്യ പോട്ടർ. OTTക്ക് പോയി. ഇപ്പതാ ആ എല്ലാ മികവും മാറ്റാനായിട്ട് നമുക്ക് റെട്രോ കിട്ടിയിട്ടുണ്ട്. ഒന്നും നോക്കാനില്ല. നിങ്ങളൊരു സൂര്യ ഫാനാണോ? വേണ്ട. നിങ്ങളൊരു സിനിമ ഫാനാണോ? പോവുക, റെട്രോ കാണുക, എൻജോയ് ചെയ്ത് വരിക.